മധുരാഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മധുരാഗ് ബിൽഡിംഗ്, കണ്ണൂർ റോഡ്, ചകരകൽ. ഇരിട്ടി ആറളത്ത് വീണ്ടും കാട്ടാന ആക്രമണം. 13-ാം ബ്ലോക്കിലെ ഗോപാലന്റെ ഷെഡ് കാട്ടാന തകർത്തു. വീടിനോട് ചേർന്ന ഷെഡാണ് കാട്ടാന തകർത്തത്. ഇന്ന് പുലർച്ചെയാണ് സംഭവം. നേരം വെളുക്കാനായി. വെളുപ്പിന് 3:45, 4 മണി. 4 മണിയായി. 4 മണിക്ക് മുമ്പ് 4:30 ആകുമ്പോഴത്തേനെല്ലാം കഴിഞ്ഞു. ഞാൻ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഇരുട്ടുമായി പോയി. ഇത് ലൈറ്റ് ഇട്ട് കഴിഞ്ഞാലേ ഇത് മൊത്തം കളയും. അതുകൊണ്ട് ഞാൻ ലൈറ്റ് ഇട്ടിട്ടില്ല. ഞാൻ പെട്ടെന്നായി പോയി. ആദ്യം കാണുമായിരുന്നെങ്കിൽ ഇങ്ങ് കയറാൻ പെടില്ലായിരുന്നു. പക്ഷെ ഇത് വന്ന് ഇവിടുന്ന് കൊന്നേൻ്റെ കമ്പ് പെട്ടെന്ന് ഒച്ച കേട്ടിട്ട് ഞാൻ പെട്ടെന്ന് ഞെട്ടി എഴുന്നേൽക്കുകയും ചെയ്തു. അന്നേരത്തേന് വരുമ്പോഴത്തേനും ഇവിടെ പരിപാടിയെല്ലാം കഴിഞ്ഞു. എന്താ ചെയ്യേണ്ടത്? ഏതാണെന്നറിയോ? അതാ മോഴയെന്നാണ് തോന്നുന്നത്. ശരിക്കും കാണാൻ പറ്റിയിട്ടില്ല. അതിന്റെ പുറകുവശം കാണാൻ പറ്റിയിട്ടില്ല. അന്നത്തേനും ഇവിടെ തിരിഞ്ഞു പോയില്ലേ. അവിടുന്ന് എനിക്ക് അകത്തുനിന്ന് പുറത്തു ഇറങ്ങാൻ പറ്റൂല. ഞാൻ ആ ജനലിൻ്റെ ഉള്ളിൽ കൂടിയാണ് അത് കണ്ടത്. ഫോറസ്റ്റുകാരൊക്കെ വന്നോ? ഫോറസ്റ്റുകാർ രാവിലെ ഇവിടെ വന്നിട്ട് പോയെന്ന് പറഞ്ഞു. ഞാൻ അന്നേരം ഇവരെ കൂട്ടാൻ വേണ്ടി താഴെ പോയായിരുന്നു. കഴിഞ്ഞ ദിവസം 11-ാം ബ്ലോക്കിലെ വീടിന് നേരെയും കാട്ടാനയുടെ ആക്രമണമുണ്ടായിരുന്നു. ആറളം ഫാം ബ്ലോക്ക് 11-ൽ താമസക്കാരനായ സനിലിന്റെ വീട്ടുപരിസരത്ത് എത്തിയ കാട്ടാന വീടിന്റെ മുൻഭാഗത്തെ ഷീറ്റ് തകർത്തു. വീട്ടുപകരണങ്ങളും നശിപ്പിച്ചു. ആനയുടെ ആക്രമണത്തിൽ നിന്നും തലനാരിഴയ്ക്കാണ് അന്ന് ഏഴംഗ കുടുംബം രക്ഷപ്പെട്ടത്. സനിലിന്റെ മാതാവ് പ്രഭാത കർമ്മങ്ങൾക്കായി വെള്ളിയാഴ്ച പുലർച്ചെ 3:30-യോടെ പുറത്തിറങ്ങിയപ്പോഴാണ് മോഴയാനയെ കണ്ടത്. വാതിൽ പോലും ഇല്ലാത്ത അടച്ചുറപ്പില്ലാത്ത വീട്ടിലായിരുന്നു ഏഴംഗ കുടുംബം താമസിച്ചിരുന്നത്. ഇവർ ആനയുടെ പിടിയിൽ നിന്നും അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. വീടിനായി വാങ്ങിവെച്ചിരുന്ന പുതിയ വാതിൽ, കസേര, ബക്കറ്റ് എന്നിവയും ആന ചവിട്ടി നശിപ്പിച്ചു. RRT സംഘം സ്ഥലത്തെത്തി ആനയെ തുരത്തിയ ശേഷമാണ് വീട്ടുകാർക്കും ഒപ്പം പ്രദേശവാസികൾക്കും ചെറിയൊരാശ്വാസമെങ്കിലും ഉണ്ടായത്. അതേസമയം ആറളം മേഖലയിൽ നിരന്തരം ഭീതി വിതയ്ക്കുന്ന അതേ മോഴയാനയാണ് ഈ ആക്രമണം നടത്തിയതെന്നും ആനയെ പിടികൂടാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നുമാണ് പ്രദേശവാസികളുടെ ശക്തമായ ആവശ്യം. ഡിജിറ്റൽ യുഗത്തിലേക്കുള്ള കാൽവെപ്പിലാണോ നിങ്ങൾ? എങ്കിൽ പഠിക്കൂ. ആധുനിക രീതിയിൽ മികച്ച ഡിസൈനിംഗ് കോഴ്സുകൾ. കണ്ണൂരിലെ ആദ്യത്തെ ഇന്റീരിയർ ഫാഷൻ ഡിസൈനിംഗ് കോളേജ്, ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഡിസൈൻ.